ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിലെ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഹീറ്റ് എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ചോദ്യമാണ്, ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജ രൂപം എന്ന് പറയുന്നത് ഗതികോർജ്ജമാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ചലിക്കുന്ന ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഗതികോർജ്ജമാണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി വെച്ചാണ് നമ്മൾ താപം എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഇഷ്ടിക കഷ്ണം തന്നു എന്ന് വിചാരിക്കുക. ഒരു ഇഷ്ടിക കഷ്ണം തന്നു, എന്നിട്ട് അത് മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് എത്രയാണ് അതിൻ്റെ ഗതികോർജ്ജം എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് ചോദിക്കുന്നു. അതൊരിക്കലും മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ സാധിക്കും. എന്നാൽ അതേ ഇഷ്ടികയുടെ കുറച്ച് പൊടിയെടുത്ത് മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ അതിലെ മോളിക്യൂൾ തന്മാത്രകൾ ഒരിക്കലും വെറുതെ അനങ്ങാതിരിക്കുകയായിരിക്കില്ല. അത് അവിടെ നിന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി 0 ആയ ഇഷ്ടികയുടെ അല്ലെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസിന് ഒരു ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം വെച്ചാണ് നമ്മൾ താപം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. താപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വസ്തുവിലെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിലെ മോളിക്യൂൾസിൻ്റെ തന്മാത്രകളുടെ ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആകെ ഗതികോർജ്ജത്തെ വിളിക്കുന്ന പേരാണ് താപം എന്ന് പറയുന്നത്. താപം പറഞ്ഞു, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജം. വെള്ളം എടുക്കുകയാണെന്ന് വിചാരിക്കുക, തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ തന്മാത്രകളുടെ ടോട്ടൽ ഗതികോർജ്ജത്തെയാണ് ആ പദാർത്ഥത്തിൻ്റെ താപം എന്ന് പറയുന്നത്. ഈ താപത്തെക്കുറിച്ച് ഞാൻ ഫിസിക്സിൽ പഠിക്കുകയാണെങ്കിൽ ആ പഠനശാഖയെ ഞാൻ വിളിക്കേണ്ട പേരാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര് തെർമോ ഡൈനാമിക്സ്. താപം ആകെ ഗതികോർജ്ജമാണെന്നാണ് പറഞ്ഞത്. ആരാണ് താപം ഊർജ്ജരൂപം എനർജി ഫോം ആണെന്ന് പറഞ്ഞത് എന്നുകൂടി അറിയണം. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് താപം എന്ന് പറയുന്നത് ഒരു ഊർജ്ജരൂപമാണെന്ന് പറഞ്ഞു വെച്ചത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൽ അവസാനിക്കുന്നത് ജൂൾ എന്ന പദം വെച്ച്. ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ടതും ജൂൾ തന്നെ. കൂടാതെ താപത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും എന്ത് തന്നെ നമുക്ക് പറയാം, ജൂൾ എന്ന് പറയാനായി സാധിക്കും. താപം പറഞ്ഞു, തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജം വിളിക്കുന്ന പേരാണ് താപം എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനശാഖ തെർമോ ഡൈനാമിക്സ് ആണ്. താപം ഊർജമാണ്. ആരാണ് താപം ഊർജമാണെന്ന് പ്രസ്താവിച്ചത് എന്ന് ചോദിച്ചാൽ ജെയിംസ് പ്രെസ്കോട്ട് ജൂളും. താപത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ രണ്ടും ജൂൾ തന്നെ. താപത്തിൻ്റെ ഒരു യൂണിറ്റ് പറഞ്ഞു, ജൂളാണ് താപത്തിൻ്റെ മേജർ യൂണിറ്റ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ജൂൾ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. താപത്തിനപ്പോൾ 2 യൂണിറ്റുകളുണ്ട്. മേജർ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ജൂൾ കൂടാതെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ഫിസിക്സിൻ്റെ പ്രത്യേകത, ഒരു സാധനത്തിന്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റുകൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധം നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ഇവിടെ 2 യൂണിറ്റുകൾ, ഒന്ന് ജൂള്, രണ്ടാമത്തത് കലോറി. അതുകൊണ്ട് തന്നെ ഇവിടെ റിലേഷൻ പറഞ്ഞു വെക്കുകയാണ്. എപ്പോഴാണോ 4.2 ജൂളുകൾ കൂടിച്ചേരുന്നത് അതിനെനിക്ക് വിളിക്കാവുന്ന പേരാണ് ഒരു കലോറി എന്ന് പറയുന്നത്. എക്സാമിന് ഒരു കലോറി എത്ര ജൂളാണെന്ന് ചോദിക്കും, 4.2 എന്ന് പറഞ്ഞേക്കുക. തിരിച്ചും ചോദിക്കാറുണ്ട്. മാർക്ക് പോകുന്ന സെക്ഷനാണ് ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര കലോറിയാണെന്ന് കൂടി ചോദിക്കും. നമ്മൾ പഠിച്ചേക്കുന്നത് 4.2 ആണ് ഒരു കലോറി എന്ന്. ചോദിച്ചത് ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര കലോറിയാണെന്ന്. രണ്ടിടത്തും 4.2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4.2 ഡിവൈഡ് ബൈ 4.2 ഒരു ജൂൾ വന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് 1 ഡിവൈഡഡ് ബൈ 4.2 ആണ്. അത് 1 ഡിവൈഡഡ് ബൈ 4.2 കലോറിയായി മാറി. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് താപം അല്ലെങ്കിൽ ഹീറ്റിനെ കുറിച്ചായിരുന്നു. ഇനി പോകാൻ പോകുന്നത് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവിലേക്ക്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ച് താപവും താപനിലയും ഒന്നാണെങ്കിലും ഫിസിക്സിനെ സംബന്ധിച്ച് താപവും താപനിലയും ഒന്നായി കണക്കാക്കാറില്ല. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് താപമെന്ന് പറഞ്ഞതെങ്കിൽ ഇതേപോലെ ആ പദാർത്ഥത്തിലെ അല്ലെങ്കിൽ ആ വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം വിളിക്കുന്ന പേരാണ് താപനില എന്ന് പറയുന്നത്. പറഞ്ഞു ആകെ ഗതികോർജ്ജം, ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണെന്ന് വെച്ചാൽ താപമാണ്. ശരാശരി ഗതികോർജ്ജം എന്താണെന്ന് വെച്ചാൽ താപനില അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ
ടെമ്പറേച്ചർ. താപത്തെക്കുറിച്ചുള്ള പഠനത്തെ വിളിച്ച പേര് തെർമോ ഡൈനാമിക്സ് എന്നാണ്. അതുപോലെ തന്നെ താപനിലയെക്കുറിച്ചുള്ള പഠനവും ഉണ്ട്. താപനില രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. വളരെ ഉയർന്ന താപനിലയെന്നും വളരെ താഴ്ന്ന താപനിലയെന്നും. വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. ഒരു പഠനശാഖ വന്നു ക്രയോജെനിക്സ്. എന്താണെന്ന് വെച്ചാൽ വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം. വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ഉണ്ടെങ്കിൽ വളരെ ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ഉണ്ടാകും. വളരെ ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം വിളിക്കുന്ന പേരാണ് പൈറോജെനിക്സ്. വളരെ ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം പൈറോജെനിക്സും വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ക്രയോജെനിക്സുമാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ രണ്ട് ഉപകരണങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. താഴ്ന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ അത് ക്രയോമീറ്ററാണ്. അത് ക്രയോജെനിക്സ് പഠനം, ഇത് ക്രയോമീറ്റർ ഉപകരണം. വളരെ ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം പൈറോജെനിക്സ് ആണ് പറഞ്ഞതെങ്കിൽ വളരെ ഉയർന്ന താപനില അളക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് പൈറോമീറ്ററാണ്. താപം അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജൂൾ എന്ന് പറഞ്ഞു. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂള്. താപനിലയെക്കുറിച്ച് പറഞ്ഞു. ശരാശരി ഗതികോർജമാണ് എന്നാണ് പറഞ്ഞതെങ്കിലും പറയുന്നു താപനില എന്ന് പറയുന്നത് അതൊരു ഊർജത്തിൻ്റെ രൂപം അല്ല. ഊർജം അല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടു മുമ്പ് കണ്ട ജൂൾ എന്ന് പറയുന്നത് നമുക്ക് താപനിലയുടെ യൂണിറ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. താപനിലയുടെ യൂണിറ്റ് പറയുന്നത് 3 വ്യത്യസ്ത യൂണിറ്റുകളിലാണ്. ഡിഗ്രി സെൽഷ്യസിൽ പറയാം, ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയാം, കെൽവിനിലും പറയാം. 3നെക്കുറിച്ചും ചെറിയ ധാരണയുണ്ട്. ചെറുപ്പത്തൊട്ടേ നമ്മൾ കേട്ടിരിക്കുന്ന യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ താപനില പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫാരൻഹീറ്റ്. സയൻസ് സ്റ്റുഡൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കെൽവിൻ എന്ന് പറയുന്നത്. താപനില പറയുന്ന 3 യൂണിറ്റുകൾ വന്നു: സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. 3 യൂണിറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ 3ഉം തമ്മിലുള്ള കൺവേർഷൻ, നമ്പർ കൺവേർഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. എടുത്തു പറയുവാണെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു സെൽഷ്യസ് വാല്യൂവിനെ എങ്ങനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാം, എങ്ങനെ കെൽവിനിലേക്ക് മാറ്റാം എന്നാണ് അറിയേണ്ടത്. ഫസ്റ്റ് ഇക്വേഷൻ കയ്യിലേക്ക് തരുന്നു. കയ്യിലുള്ള സെൽഷ്യസ് വാല്യൂവിനെ കെൽവിനിലേക്ക് മാറ്റാൻ ഒരാൾ ചോദിക്കുന്നു 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആണെന്ന്. ചെയ്യേണ്ടത് സെൽഷ്യസ് വാല്യൂ എത്രയാണോ അത് അതേപടി എടുക്കുക, സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സി പ്ലസ് ഒരു 273.15 കൂട്ടുന്നു. വാല്യൂ എങ്ങോട്ട് മാറുന്നു വെച്ചാൽ കെൽവിനിലേക്ക് മാറി. വാല്യൂ എഴുതി കെൽവിൻ എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്താൽ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഓർക്കേണ്ട കാര്യം, ടെമ്പറേച്ചറിൻ്റെ കൂടെ ഉറപ്പായിട്ടും യൂണിറ്റ് ഏതാണെന്ന് പറഞ്ഞിരിക്കണം. അത് സെൽഷ്യസ് ആണോ, ഫാരൻഹീറ്റ് ആണോ, കെൽവിൻ ആണോ എന്ന് പറഞ്ഞിരിക്കണം. അടുത്തത് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്ന ഇക്വേഷൻ. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്ന ഇക്വേഷൻ സി ഇൻറ്റു 9/5 പ്ലസ് 32. ഓർക്കേണ്ടത് സി ഇൻറ്റു 9/5 ഇതാദ്യമേ ചെയ്യണം, അതിനുശേഷം മാത്രമേ 32 ആഡ് ചെയ്യാൻ പാടുള്ളൂ. ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റും ഓഫും ഡിവിഷനൊക്കെ ആദ്യമേ ചെയ്യണം. ഗുണനം ആദ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് അഡീഷനിലേക്ക് പോകാൻ പാടുള്ളൂ, ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ചോദ്യം തന്നെ, ഈ ഒരു ഇക്വേഷൻ തന്നെ ചോദ്യമായിട്ട് വന്നിരുന്നു. എഫ് ഈക്വൽ ടു സി ഇൻറ്റു 9/5 പ്ലസ് 32 എന്ന് പറയുന്ന സ്ഥാനത്ത് എക്സ് കൊടുത്തു. എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ഇക്വേഷൻ പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. അത് 32 ആണെന്ന്. 2 ഇക്വേഷൻ എത്തി, സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാനും സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനും. അടുത്ത ടോപ്പിക് താപപ്രസരണ രീതികൾ. താപം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് എന്നാണ് താപപ്രസരണ രീതികളിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു രീതിയിലല്ല, വ്യത്യസ്തമായ 3 രീതിയിലാണ് താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത്. പറയുകയാണെങ്കിൽ താപചാലനം, താപ സംവഹനം, താപവികിരണം. ഇതാണ് താപപ്രസരണൻ്റെ 3 വ്യത്യസ്ത രീതികൾ. ആദ്യം പോകുന്നത് താപചാലനത്തിലേക്ക്. തന്മാത്രകളുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് താപചാലനം. 3 മാധ്യമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് താപപ്രസരണ രീതികൾ വന്നേക്കുന്നത്. നമുക്കറിയാവുന്ന 3 മാധ്യമം: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഇതിൽ ആദ്യത്തെ മാധ്യമം ഖരമാധ്യമം. ഖരമാധ്യമത്തിൽ താപം പോകുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് താപചാലനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഖരമാധ്യമത്തിൽ താപം പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലേക്ക് തരുന്ന ഒരു ഖരമാധ്യമം ഇരുമ്പ് കമ്പിയാണെന്ന് വിചാരിച്ചേക്കുക.
മോളിക്യൂൾസ് ലെവലിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ വളരെ അടുത്തടുത്തടുത്തായിട്ടിരിക്കുന്നതാണ് ഇരുമ്പ് കമ്പിയുടെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഭാഗത്തു നിന്ന് ചൂടാക്കാൻ തുടങ്ങി, ഹീറ്റ് കൊടുക്കാൻ തുടങ്ങി. എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ എല്ലാ മോളിക്യൂളും ചെറിയ രീതിയിൽ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്നു. താപത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഫസ്റ്റ് ലെയറിൽ കിടക്കുന്ന മോളിക്യൂൾ വൈബ്രേഷൻ, കമ്പനത്തിൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടും. കമ്പനം ചെയ്ത് ഇത് തൊട്ടടുത്ത ലെയറിൽ വന്ന് ടച്ച് ചെയ്യും. മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വൈബ്രേറ്റ് ചെയ്ത് അതും തൊട്ടടുത്ത ലെയറിൽ വന്ന് ടച്ച് ചെയ്യും. അതിൻ്റെയും കമ്പനം അങ്ങോട്ട് കൂടും. ഇങ്ങനെ വൈബ്രേഷൻ വഴി മാത്രം താപം ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ചാലനം എന്ന് പറയുന്നത്. 2 പോയിൻ്റ് തന്മാത്രകളുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന രീതി താപചാലനം. ഖരപദാർത്ഥത്തിൽ താപം പോകുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ അതും താപചാലനം. ഇനി പറയാൻ പോകുന്നത് താപ സംവഹനത്തെക്കുറിച്ച്. ദ്രാവകത്തിലും, ഖരത്തിലാണെങ്കിൽ ചാലനമാണ്, ദ്രാവകത്തിലും വാതകത്തിലും താപം പോകുന്ന രീതിയെ, താപം സഞ്ചരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് താപ സംവഹനം. ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും താപം പ്രസരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് താപ സംവഹനം. എങ്ങനെയാണ് ഒരു ദ്രാവകത്തിൽ താപം സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാത്രം എടുക്കുന്നു, പാത്രത്തിൽ മൊത്തമായിട്ട് ദ്രാവകം എടുത്തു മോളിക്കുലർ ലെവലിൽ ചെക്ക് ചെയ്യുന്നു. ഇരുമ്പ് കമ്പിയുടെ മോളിക്യൂൾ പോലെയല്ല ദ്രാവകത്തിലെ മോളിക്യൂൾ, അത് കുറച്ചുകൂടി ലൂസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് അകന്നകന്ന് സ്ഥിതി ചെയ്യുന്ന തന്മാത്രകൾ. ഇവിടെ താപം സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായി ഞാൻ ഒരു ഭാഗത്തു നിന്ന് താപം കൊടുക്കുന്നു. ഇവിടെയും താഴത്തെ ലെയർ മോളിക്യൂൾസിന് താപത്തിൻ്റെ ഊർജ്ജം അങ്ങോട്ട് കിട്ടും. ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യാറില്ല. ചൂടാകുമ്പോഴത്തേക്ക് മുകളിൽ തന്മാത്രകൾ ഒന്ന് വികസിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറയും. കട്ടി കുറഞ്ഞ പദാർത്ഥം ഒരിക്കലും താഴെ നിൽക്കാതെ മുകളിലേക്ക് സഞ്ചരിക്കും. താഴത്ത് ചൂട് ലഭിച്ച തന്മാത്രകൾ നേരെ കട്ടി കുറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകും. മുകളിൽ കിടക്കുന്ന കട്ടി കൂടിയ, തിക്നെസ് കൂടിയ അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ മോളിക്യൂൾ നേരെ താഴത്തേക്ക് വരുന്നു, താപത്തെ സ്വീകരിച്ചാൽ അത് നേരെ മുകളിലേക്ക് പോകും. ഇങ്ങനെ തന്മാത്രകളുടെ സഞ്ചാരം വഴി താപം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന രീതി വിളിക്കുന്ന പേരാണ് താപ സംവഹനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, കരക്കാറ്റും കടൽക്കാറ്റും. കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കും വീശുന്ന ചൂടുകാറ്റിനെ വിളിക്കുന്ന പേരാണ് കരക്കാറ്റും കടൽക്കാറ്റും. ഏതിന് ഉദാഹരണമാണെന്ന് വെച്ചാൽ താപ സംവഹനത്തിന്. താപചാലനത്തിന് ഉദാഹരണം വേണമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നു, ഏത് ഖരപദാർത്ഥം എടുത്തിട്ടുണ്ടെങ്കിലും അത് താപചാലനത്തിന് ഉദാഹരണമായിരിക്കും. അടുത്തത് താപ വികിരണം, റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. ഒരു മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ, ഖരത്തിലാണെങ്കിൽ ചാലനമായി, ദ്രാവകത്തിലും വാതകത്തിലുമാണെങ്കിൽ സംവഹനമായി. മീഡിയമെല്ലാം തീർന്നു, മാധ്യമമെല്ലാം തീർന്നു. ഒരു മാധ്യമത്തിൻ്റെയും സഹായം ഇല്ലാതെ താപം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കാനായി സാധിക്കും. ഈ രീതിയെ വിളിക്കുന്ന പേരാണ് താപ വികിരണം എന്ന് പറയുന്നത്. സൂര്യനെക്കുറിച്ചറിയാം, ഭൂമിയെക്കുറിച്ചറിയാം. സൂര്യനും ഭൂമിക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ശൂന്യമായ അന്തരീക്ഷം. ഈ ശൂന്യതയിലൂടെയും താപം സഞ്ചരിക്കാറുണ്ട്. ചാലനമായിരിക്കില്ല, സംവഹനമായിരിക്കില്ല, മാധ്യമം ഇല്ലാത്തത് കൊണ്ട് തന്നെ താപ വികിരണം എന്ന രീതിയിലാണ് താപം സഞ്ചരിക്കുന്നത്. സൂര്യനുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു, അത് താപവികിരണമാണെന്ന്. ബൾബിനടിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് തലയിൽ ചൂട് അനുഭവപ്പെടാറുണ്ട്. ആ രീതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയേണ്ടത് താപവികിരണമാണ്. ബൾബിനടിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് തലയിൽ ചൂട് അനുഭവപ്പെടാൻ കാരണം വായു ഇല്ലേ, അത് സംവഹനത്തിൽ പെടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബൾബിന് മുകളിലേക്കാണ് താപം സഞ്ചരിക്കുന്നതെങ്കിൽ താപ സംവഹനത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ബൾബിൽ നിന്നുള്ള താപം താഴ്ഭാഗത്തേക്കാണ് പ്രസരിക്കുന്നത്. ഒരിക്കലും സംവഹനത്തിൽ താപം താഴ്ഭാഗത്തേക്ക് പ്രസരിക്കില്ല. ചൂടാവുന്ന തന്മാത്രകൾ മുകളിലേക്ക് മാത്രമേ സഞ്ചരിക്കുള്ളൂ. താപ സംവഹനത്തിൽ താഴെ ഭാഗത്തേക്ക് താപം വരികയാണെങ്കിൽ അത് നമുക്ക് താപ വികിരണത്തിൽ തന്നെ പെടുത്താം. മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടി ഒരു ഭാഗത്തിരുന്ന് ചൂട് കൊള്ളുകയാണെങ്കിൽ താപം വശങ്ങളിലേക്ക് സഞ്ചരിക്കും. അതും നമുക്ക് താപ വികിരണത്തിൽ പെടുത്താനായി സാധിക്കും. അടുത്ത ടോപ്പിക്, താപീയ വികാസം, തെർമൽ എക്സ്പാൻഷൻ. ഞാനൊരു ബലൂൺ എടുത്ത് മാക്സിമം ഊതി വീർപ്പിച്ച് നല്ല വെയിലുള്ള സമയത്ത് പുറത്തിട്ടെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ ബലൂൺ അങ്ങോട്ട് പൊട്ടിപ്പോകും. എന്തുകൊണ്ട് പൊട്ടുന്നെന്ന് ചോദിച്ചാൽ, ചൂടാകുന്ന അവസ്ഥയിൽ എല്ലാ വസ്തുക്കളും വികസിക്കുന്നുണ്ട്. ബലൂണിലുള്ള വായുവും അങ്ങോട്ട് വികസിക്കും,
ബലൂൺ ഉൾക്കൊള്ളാൻ സ്ഥലത്തേക്കാളും കൂടുതലാകുമ്പോൾ ബലൂണിനെയും പൊട്ടിച്ച് എയർ അങ്ങോട്ട് ചൂടുവായു അങ്ങോട്ട് പുറത്തു പോകുന്നു. ഇങ്ങനെ ചൂടാകുമ്പോൾ എല്ലാ വസ്തുക്കളും വികസിക്കുന്നു. ഇങ്ങനെ വികസിക്കുന്ന പ്രതിഭാസം എടുക്കുന്ന പേരാണ് താപീയ വികാസം. ഖരം, ദ്രാവകം, വാതകം ഈ 3 പദാർത്ഥത്തിലും താപീയ വികാസം ഒരേപോലെ ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്യാസ് ആയിരിക്കും. ഏറ്റവും കുറവ് വികസിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് സോൾഡാണ്. ചൂടാകുമ്പോൾ ഏറ്റവും അധികം വികസിക്കുന്നത് വാതകങ്ങളാണ്. ഏറ്റവും കുറവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഖരം, സോളിഡ് പദാർത്ഥങ്ങളാണ് ഏറ്റവും കുറവ് വികസിക്കുന്നത്. താപീയ വികാസം എവിടെയെല്ലാമാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ താപീയ വികാസം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ പാളങ്ങൾ ഒരിക്കലും നമ്മൾ ഫുള്ളായി ഫിക്സ് ചെയ്ത് വയ്ക്കാറില്ല. എവിടെയെങ്കിലും നമ്മളൊരു ചെറിയ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് മാത്രമാണ്. എവിടെയെങ്കിലും നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യും. ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൂടാവുന്ന അവസ്ഥയിൽ എല്ലാ വസ്തുക്കളും വികസിക്കുന്നു. റെയിൽ പാളവും വികസിക്കും. ഗ്യാപ്പ് കൊടുക്കാതെയാണ് നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ എങ്ങോട്ടും വികാസത്തെ പോകാൻ സാധിക്കാതെ ആ രണ്ടിനെയും ഫിക്സ് ചെയ്തുകൊണ്ട് ഇത് ചെറുതായിട്ട് വളയും. ചെറുതായിട്ട് വളഞ്ഞാൽ പോലും ട്രെയിൻ പാളം തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഇത് നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വിടവ് കൊടുക്കാറുണ്ട്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വിടവ് കൊടുക്കും. കാണുന്ന രീതിയിൽ കൊടുക്കണം നിർബന്ധമില്ല. ജനൽ ഗ്യാപ്പോ ഡോർ ഗ്യാപ്പോ ഏതുതരം ഗ്യാപ്പായാലും കുഴപ്പമില്ല. ഒരു ചെറിയ വികാസത്തെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കുക എന്നത് മാത്രം. ഭിത്തി എവിടെയെങ്കിലും വിണ്ട് കീറിയിരിക്കുന്നതായി കാണുകയാണെങ്കിൽ അത് ഏതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം? താപീയ വികാസം മൂലം അത് വിണ്ട് കീറിയതാണെന്ന് പറയാനായി സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ഡെഫിനിഷനിലേക്കാണ്. എക്സാമിന് ഒരു പോയിന്റ് നീട്ടി വലിച്ചു തന്ന് ഇതേത് പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് ചോദിക്കുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമേ ദ്രവണാങ്കം. സാധാരണ സാഹചര്യത്തിൽ ഒരു ഖരവസ്തു ദ്രാവകമായി മാറുന്ന താപനിലയെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ദ്രവണാങ്കം. ഞാൻ നേരെ പോകുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, ഒരു ഐസ് കട്ട എടുക്കുന്നു. ഈ ഐസ് കട്ട എപ്പോഴാണോ ഉരുകി ദ്രാവകമായി മാറാൻ തുടങ്ങുന്നത് ആ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ താപനിലയെ ഞാൻ വിളിക്കുന്ന പേരാണ് ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഒരു ഖരപദാർത്ഥം ദ്രാവകമായി മാറുന്ന താപനില വിളിക്കുന്ന പേര് ദ്രവണാങ്കം. അടുത്തത് തിളനില. സാധാരണ സാഹചര്യത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി നീരാവിയായി മാറാൻ തുടങ്ങുന്ന താപനില. ഈ താപനില വിളിക്കുന്ന പേര് തിളനില. ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നു, ചൂടാക്കാനായി തുടങ്ങുന്നു. ചൂടായി ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തിളച്ച് ബാഷ്പമായി മാറാൻ തുടങ്ങും. ആ ബാഷ്പമായി മാറാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിന് വിളിക്കുന്ന പേരാണ് ആ പദാർത്ഥത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. ഓരോ പദാർത്ഥത്തിനും ഓരോരോ തിളനിലയായിരിക്കും. എക്സാമിന് കുറേ തിളനിലയൊന്നും പഠിക്കാനില്ലെങ്കിലും ജലത്തിൻ്റെ തിളനില എടുത്ത് ചോദിക്കാറുള്ളതാണ്. ജലം തിളക്കുന്ന താപനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് ഉത്പതനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സബ്ലിമേഷൻ. ഒരു ഖരപദാർത്ഥം ചൂടാക്കിയാൽ ആദ്യത്തെ സ്റ്റേജിൽ അത് ദ്രാവകമായിട്ട് മാറും. പിന്നെയും ചൂടാക്കിയാൽ അത് വാതകമായിട്ട് മാറും. ഒരുവിധം എല്ലാ പദാർത്ഥങ്ങളും ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നതാണെങ്കിലും ചിലത് മാത്രം ലിക്വിഡ് സ്റ്റേജിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഖരം ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറും. ഇങ്ങനെ ഒരു ഖരപദാർത്ഥം നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഉത്പതന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥം ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ നമുക്കറിയാവുന്ന എക്സാമ്പിളാണ് കർപ്പൂരം എന്ന് പറയുന്നത്. കർപ്പൂരം ചൂടാക്കുകയാണെങ്കിൽ നേരിട്ട് വാതകമായി അതങ്ങോട്ട് മാറും. കൂടാതെ പാറ്റ ഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ എന്ന് പറയുന്നതും ഉത്പതന സ്വഭാവം കാണിക്കുന്നത്. PSC പുതുതായിട്ട് ചോദിച്ചു തുടങ്ങിയ സാധനം ഡ്രൈ ഐസ്. വെള്ളവുമായിട്ട് ഒരു ബന്ധവുമില്ല. കാർബൺ ഡയോക്സൈഡിൻ്റെ സോളിഡ് ഫോമിനെ കാർബൺ ഡയോക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഡ്രൈ ഐസും ഉത്പതന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥമാണ്. അടുത്തത് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഏതൊരു ചാലകം എടുത്താലും അതിലൂടെയുള്ള ഇലക്ട്രോണിൻ്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുതി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ പദാർത്ഥത്തിലും ഒരേപോലെയല്ല ഇലക്ട്രോൺ ഒഴുകുന്നത്. ഏതോ ഒരു ഘടകം ആ ഇലക്ട്രോണിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താറുണ്ട്. ആ ഘടകത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. ഒരു ചാലകത്തിൻ്റെ താപനില നമ്മൾ താഴ്ത്തുന്നു. ഒരു ചാലകത്തിൻ്റെ
താപനില ടെമ്പറേച്ചർ നമ്മൾ അങ്ങോട്ട് താഴ്ത്തുകയാണെന്ന് വിചാരിക്കുക. ഇതിനനുസരിച്ച് ആ പദാർത്ഥത്തിൻ്റെ പ്രതിരോധവും റെസിസ്റ്റൻസും ഇലക്ട്രോണിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താനുള്ള ഘടകവും അങ്ങോട്ട് കുറയും. വളരെ താഴ്ന്ന താപനിലയാകുമ്പോഴത്തേക്ക് പ്രതിരോധം ഇല്ലാതാകുന്ന അവസ്ഥ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 0 മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെ വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം ഇല്ലാതാകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി. തൊട്ടു മുമ്പ് കണ്ടത് ഒരു ചാലകത്തിൻ്റെ താപനില കുറക്കുന്നതിനനുസരിച്ച് പ്രതിരോധം കുറയും, പ്രതിരോധം ഇല്ലാതാകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് അതിചാലകത എന്ന് പറഞ്ഞു. ഇനി ഒരു പദാർത്ഥത്തിൻ്റെ താപനില, ഏതൊരു പദാർത്ഥവും, ഞാനൊരു പാത്രം എടുത്തു, അതിൽ മൊത്തമായിട്ടൊരു ലിക്വിഡ് എടുത്തു, ദ്രാവകം എടുത്തു. ഈ ദ്രാവകം ഞാൻ തണുപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. തണുപ്പിക്കുന്നതിനനുസരിച്ച് ഒരു പദാർത്ഥത്തിൻ്റെ താപനില കുറക്കുന്നതിനനുസരിച്ച് ആ പദാർത്ഥത്തിന് ഗുരുത്വാകർഷണത്തിന് താഴത്തേക്ക് പോകാനുള്ള ടെൻഡൻസിക്ക് എതിരായി മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിച്ചു തുടങ്ങും. ഇങ്ങനെ വളരെ വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വാകർഷണ ബലത്തിന് താഴ്ഭാഗത്തേക്ക് ബലം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതിന് എതിരായി മുകളിലേക്ക് സഞ്ചരിക്കുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അടുത്തത് താപധാരിത. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തെ വിളിക്കുന്ന പേര് താപധാരിത. ഞാനൊരു പദാർത്ഥം എത്രയാണെന്നൊന്നും പറയുന്നില്ല, ഒരു പദാർത്ഥം എടുത്തു, ടെമ്പറേച്ചർ നോക്കി 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളത്. ഇതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ, അതായത് 10 എന്നുള്ളത് 11 ഡിഗ്രി സെൽഷ്യസ് ആവാനായി ഇത് എത്ര താപത്തെയാണോ സ്വീകരിക്കുന്നത് ആ താപത്തെ വിളിക്കുന്ന പേരാണ് താപധാരിത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എക്സാമിന് താപധാരിത എന്ന് പറയുന്ന സെക്ഷനിൽ ചോദ്യം കുറവാണെങ്കിലും അടുത്ത സെക്ഷൻ വിശിഷ്ട താപധാരിതയിൽ നിന്ന് കൂടുതലായി ചോദ്യം കണ്ടുവരാറുണ്ട്. വിശിഷ്ട താപധാരിത ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് ഉയർത്താൻ ആവശ്യമായ താപത്തെ വിളിക്കുന്ന പേരാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഞാൻ ഒരു പാത്രം എടുക്കുന്നു, പാത്രം മൊത്തമായിട്ട് 1 കിലോഗ്രാം പദാർത്ഥം, ഏത് പദാർത്ഥമായാലും കുഴപ്പമില്ല, ഞാൻ പറയാൻ എളുപ്പത്തിന് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. 1 kg വാട്ടർ അങ്ങോട്ട് എടുക്കുന്നു. 1 കിലോഗ്രാം വെള്ളം എടുത്തു. എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരു തെർമോമീറ്റർ മുക്കി വെച്ച് ടെമ്പറേച്ചർ കണ്ടുപിടിച്ച വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചേക്കുക. എടുത്തതിന് ശേഷം ഞാനിത് ചൂടാക്കാൻ തുടങ്ങി. ചൂടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടാനായിട്ട് തുടങ്ങും. കുറേ കൂടുന്നവരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടാക്കി 30 എന്നുള്ളത് 1 യൂണിറ്റ് കൂടി 31 ഡിഗ്രി സെൽഷ്യസ് ആവാനായിട്ട്, 40 ആയിരുന്നെങ്കിൽ 41, 45 ആയിരുന്നെങ്കിൽ 46, ഇങ്ങനെ 1 യൂണിറ്റ് കൂടാനായി ഇത് എത്ര താപത്തെയാണോ സ്വീകരിക്കുന്നത് ആ താപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലമാണ്. 1 കിലോഗ്രാം ജലം എടുത്ത് 1 യൂണിറ്റ് കൂട്ടാനായി അത് സ്വീകരിക്കുന്ന താപം എന്ന് പറയുന്നത് ആണ് ഏറ്റവും കൂടുതൽ. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. വാല്യൂ, ജലത്തിൻ്റെ വാല്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4200 ജൂൾ പെർ കിലോഗ്രാം. വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത എക്സാമിന് പ്രാവശ്യം ആവശ്യമായി വന്നു. വെള്ളത്തിൻ്റെ നേർപകുതി 2100 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ജലമാണെന്ന് പറഞ്ഞു. എന്നാൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ. വിശിഷ്ട താപധാരിത കഴിഞ്ഞു. അടുത്ത പോകുന്നത് ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റിലേക്ക്. ഞാൻ നേരെ പോയി ഫ്രിഡ്ജ് തുറക്കുന്നു, ഒരു ബൗള് മൊത്തമായി ഐസ് കട്ടയെടുക്കുന്നു. ഐസ് കട്ട ഉരുകാൻ തുടങ്ങുന്ന സമയത്ത്, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തെർമോമീറ്റർ ഇട്ട് വെച്ച് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നു. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഞാനിത് ചൂടാക്കിയിട്ടാണ് ഐസ് കട്ടയെ മൊത്തമായി ദ്രാവകമാക്കുന്നത്. ഈ ഐസ് കട്ട
മൊത്തമായി ദ്രാവകമായിട്ട് മാറുന്നത് വരെ ഞാൻ താപം കൊടുക്കുന്നുണ്ടെങ്കിലും 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 1 ഡിഗ്രി പോലും കൂടില്ല, ഒരു പോയിൻ്റ് പോലും കൂടില്ല. ഞാൻ കൊടുക്കുന്ന താപം മൊത്തമായി ഇത് സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ടെമ്പറേച്ചറിൽ മാറ്റം കാണിക്കില്ല. കൊടുക്കുന്ന താപം മുഴുവനായി എങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖരാവസ്ഥയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ദ്രാവകാവസ്ഥയിലേക്ക് മാറാനാണ് ആ താപത്തെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ ടെമ്പറേച്ചറിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കാതെ സ്വീകരിക്കുന്ന താപത്തെ വിളിക്കുന്ന പേരാണ് ലീന താപം. ഖരപദാർത്ഥം ദ്രാവകമായിട്ട് മാറുമ്പോഴത്തേക്ക് ലീനതാപമുണ്ട്. ദ്രാവകം ചൂടാക്കുന്നു. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വെള്ളം തിളച്ച് 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. 100 കഴിഞ്ഞ് ഞാൻ ചൂടാക്കുകയാണെങ്കിൽ ഇത് വാതകമായി പോയിക്കൊണ്ടിരിക്കും, അവസ്ഥാ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ എന്ത് തന്നെ കാണിക്കുള്ളൂ, അത് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ കാണിക്കുള്ളൂ. ഇങ്ങനെ ആ അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ താപനിലയിൽ മാറ്റമില്ലാതെ ഇത് താപത്തെ സ്വീകരിക്കുന്നുണ്ട്. ആ താപത്തെയും എനിക്ക് ലീന താപം എന്ന് വിളിക്കാനായി സാധിക്കും. അടുത്തത് ബാഷ്പീകരണം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കി ഇത് 100 ഡിഗ്രി സെൽഷ്യസ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളക്കാനായിട്ട് തുടങ്ങും. 100 ഡിഗ്രി സെൽഷ്യസ് തിളച്ചിത് ബാഷ്പമായി മാറാൻ തുടങ്ങും. പക്ഷേ പറയുന്നു തിളപ്പിക്കാതെ ഈ ദ്രാവകം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉപരിതലത്തിലുള്ള ജലതന്മാത്രകൾ ചുറ്റുപാട് നിന്ന് താപത്തെ ആഗിരണം ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്തും അന്തരീക്ഷത്തിലേക്ക് കടക്കാറുണ്ട് വാതകാവസ്ഥയിൽ. ഇങ്ങനെ ദ്രാവക ഉപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ദ്രാവക ഉപരിതലത്തിൽ നിന്ന് മാത്രം തന്മാത്രകൾ ചുറ്റുപാടിലെ താപത്തെ സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രതിഭാസത്തെ അല്ലെങ്കിൽ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്ത പറയാൻ പോകുന്നത് ഒരു ടെമ്പറേച്ചറിനെ കുറിച്ച്, ഒരു താപനിലയെക്കുറിച്ചാണ്. എത്രയാണെന്ന് ചോദിച്ചത് -273.15 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് ആ താപനില എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ചലനം നിലയ്ക്കുന്ന അല്ലെങ്കിൽ ഗതികോർജം പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന താപനില വിളിക്കുന്ന പേരാണ് കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഏത് താപനിലയിലാണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ചലനം നിലയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ടെമ്പറേച്ചറാണ് -273.15. തീർന്നില്ല, അത് ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇത് എന്തിനോട് തുല്യമാണെന്ന് ചോദിച്ചാൽ 0 കെൽവിനോട് തുല്യമാണ്. താപനില പറയാനായിട്ട് സെൽഷ്യസ് സ്കെയിൽ മാത്രമല്ല കെൽവിൻ സ്കെയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 0 കെൽവിന് തുല്യമാണ്. അടുത്തതായിട്ട് അന്തരീക്ഷത്തിലെ വായുവിലെ ജലബാഷ്പം ഘനീഭവിക്കുന്ന ഖര അവസ്ഥയിലേക്ക് മാറുന്ന താപനിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിന്റ്. നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിരുന്നു. സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനും സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാനും. കുറച്ച് താപനിലകൾ കൂടി നമ്മൾ മനഃപ്പാഠമായി പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ജലം തിളക്കുന്ന താപനില. ജലം തിളക്കുന്ന താപനില, ഞാൻ കുറച്ച് വെള്ളം വെച്ചു ചൂടാക്കുന്നു. അത് എത്ര ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുമെന്ന് ചോദിച്ചാൽ അത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് തിളക്കുന്നത്. ഇതേ വാല്യൂ ഞാൻ ഫാരൻഹീറ്റിലേക്ക് മാറ്റുവാണെങ്കിൽ അത് 212 ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 212 ഫാരൻഹീറ്റും ചോദിക്കാറുണ്ട്. അടുത്തത് ഐസ് ഉരുകുന്ന താപനില. എത്രയാണെന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിലാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരീര ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് എക്സാക്ട് വാല്യൂ. പ്രോബ്ലം ചെയ്യാനായി നമുക്ക് 37 എടുക്കാം. ഈ വാല്യൂവിനെ ഞാൻ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 98.4 ഫാരൻഹീറ്റ് ആണ്. അതേ വാല്യൂവിനെ എനിക്ക് കെൽവിനിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 310 കെൽവിൻ ആയിരിക്കും. സൂര്യൻ്റെ ഉപരിതല താപനില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു വാല്യൂ കൂടി കൂടുതലായിട്ട് കയ്യിലേക്ക് വരുന്നു. ജലം തിളക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് വന്നു. ഇനി പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില ചോദിച്ചാൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, പകരം 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ വെള്ളം തിളക്കുന്നത്. സൂര്യൻ്റെ താപനില നമ്മൾ പറഞ്ഞു. എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ താപനില അളക്കാനായി നമുക്കൊരിക്കലും സാധാഗതിയിൽ തെർമോമീറ്റർ ഉപയോഗിക്കാൻ സാധിക്കില്ല. വളരെ ഉയർന്ന താപനില അളക്കുന്ന പൈറോമീറ്ററാണ് നമ്മൾ സൂര്യൻ്റെ താപനില അളക്കാനായി ഉപയോഗിക്കുന്നത്.
സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം ഏതെന്ന് വെച്ചാൽ വളരെ ഉയർന്ന താപനില അളക്കുന്ന പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. അടുത്തതായി താപനില അളക്കാനായി 3 സ്കെയിലുകളെ കുറിച്ച് പറഞ്ഞു. സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്. ഇതിൽ ഒരു സ്കെയിലിൽ മാത്രം, ഒരു യൂണിറ്റിൽ മാത്രം നെഗറ്റീവ് വാല്യൂ കണ്ടുവരാറില്ല. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താൻ സാധിക്കാത്ത ടെമ്പറേച്ചർ സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലെ ഏറ്റവും താഴ്ന്ന മൂല്യം എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്. നിങ്ങൾക്ക് എവിടെയും ഒരു -1 കെൽവിൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ച് കെൽവിൻ്റെ കൂടെ നെഗറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ ആദ്യമേ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. കാര്യം കെൽവിൻ സ്കെയിലിൻ്റെ കൂടെ നെഗറ്റീവ് വാല്യൂ കണ്ട് വരാറില്ല. ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റെഫ്രിജറേറ്ററുകളിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ബാഷ്പീകരണമാണ്. നമ്മൾ ഓൾറെഡി ബാഷ്പീകരണം കണ്ടു. ദ്രാവക ഉപരിതലത്തിൽ നിന്ന് തന്മാത്രകൾ ചുറ്റുപാട് നിന്ന് താപത്തെ സ്വീകരിച്ച് പുറത്തു പോകുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നത് കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ വിശിഷ്ട താപധാരിതയും. അതായത് പദാർത്ഥം 1 കിലോഗ്രാം എടുത്ത് ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാനായി അത് എത്ര താപത്തെ സ്വീകരിക്കുമെന്ന്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4186 ആണ്. പ്രോബ്ലം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചോദ്യം വരുമ്പോഴത്തേക്ക് 4200 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ എല്ലാ യൂണിറ്റുകളും വന്നിരിക്കുന്നത് ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലാണ്. ഐസിൻ്റെ വിശിഷ്ട താപധാരിത, ഐസ് എടുത്ത് ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാനായി അത് സ്വീകരിക്കുന്ന താപം എന്ന് പറയുന്നത് 2130 ജൂൾ പെർ കിലോഗ്രാം കെൽവിനും. നീരാവി 110 ഡിഗ്രി സെൽഷ്യസിലുള്ള നീരാവി 111 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനായി നീരാവി സ്വീകരിക്കുന്ന താപം എന്ന് പറയുന്നത് 460 ജൂൾ പെർ കിലോഗ്രാം കെൽവിനായിരിക്കും. കടൽ ജലത്തിൻ്റെ 4200 ആണെന്ന് പറഞ്ഞു. കടൽ ജലത്തിൻ്റെ വാല്യൂ വരുന്നത് 3900 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഗ്ലാസ് ടെമ്പറേച്ചർ എത്രയാണോ ഗ്ലാസ് ടെമ്പറേച്ചർ ഉള്ളത് ആ ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാനായി 1 കിലോഗ്രാം ഗ്ലാസ് സ്വീകരിക്കുന്ന താപം എന്ന് പറയുന്നത് 500 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇരുമ്പിൻ്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 460 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ചെമ്പ് വാല്യൂ കുറവാണ്, 385 ജൂൾ പെർ കിലോഗ്രാം കെൽവിനും. വെള്ളിയുടേത് 234, ലെഡിൻ്റേത് 120. വെളിച്ചെണ്ണയുടെ വാല്യൂ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ 2100 ജൂൾ പെർ കിലോഗ്രാം കെൽവിനും. ഇത്രയുമാണ് വ്യത്യസ്ത വസ്തുക്കളും അവയുടെ വിശിഷ്ട താപധാരിതയും. എക്സാമിനായി നമുക്ക് കുറച്ച് താപനിലകൾ മനഃപ്പാടമായിരിക്കേണ്ടതുണ്ട്. ഓൾറെഡി പറഞ്ഞു കേവല 0 എന്ന് പറയുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് മൈനസ് ഒരു നെഗറ്റീവ് സൈനോട് നോർക്കണം, -273.150 അപ്രോക്സിമേറ്റ് വാല്യൂ കുഴപ്പമില്ല, 15 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറി ഖരമായി മാറുന്ന താപനില. മെർക്കുറിയെക്കുറിച്ച് അറിയാം, കണ്ടിട്ടുണ്ട്, ദ്രാവകാവസ്ഥയിലാണുള്ളത്. അത് ഖരമായി മാറുന്ന താപനില, സോളിഡ് ഫോമിലേക്ക് മാറുന്ന താപനില എത്രയാണെന്ന് വെച്ചാൽ -39 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില ഓൾറെഡി പറഞ്ഞു 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത, തിക്നെസ്, കട്ടി അനുഭവപ്പെടുന്ന താപനില എത്രയാണെന്ന് വെച്ചാൽ അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ജലത്തിന് വ്യാപ്തം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ചോദിച്ചാലും പറയേണ്ടത് 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് പറഞ്ഞു അത് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 എടുത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ജലം തിളക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം, ഖരാവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുള്ള ബൾബിൻ്റെ ഉള്ളിലുള്ള പദാർത്ഥം ടങ്സ്റ്റൺ. ദ്രാവകാവസ്ഥയിൽ മാറുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചത് 3422 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂടാക്കി 3422 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോഴാണ് ടങ്സ്റ്റൺ ഒന്ന് ദ്രാവകാവസ്ഥയിലേക്ക്, ഇരുമ്പുരുകിയ പോലുള്ള ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത്. സൂര്യൻ്റെ ഉപരിതല താപനില പറഞ്ഞു അത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വേറൊരു ദിവസം കാണാം.